ഇന്ന് ധീരജ് രക്തസാക്ഷി ദിനം. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും SFI യൂണിറ്റ് കമ്മിറ്റി അംഗവുമായിരുന്ന ധീരജ് രാജേന്ദ്രനെ യൂത്ത് കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയിട്ട് 3 വർഷം പിന്നിടുകയാണ്. ജനുവരി 10 കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിക്കുവാൻ മിനിറ്റുകൾ മാത്രം. ഉച്ചഭക്ഷണം കഴിക്കാൻ നടന്നുവന്ന ധീരജ് അടക്കമുള്ള വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസിന്റെ കൊലയാളി സംഘം കടന്നാക്രമിക്കുന്നു. ധീരജിനും അഭിജിത്തിനും അമലിനും കുത്തേറ്റു. അപ്പോൾ തന്നെ 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ധീരജിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റു 2 പേരും ദീർഘകാലത്തെ ചികിത്സയ്ക്കു ശേഷമാണ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. കൊലയാളികളെ തള്ളിപ്പറയാനോ കൊലപാതകത്തെ അപലപിക്കാനോ തയ്യാറാവാതെ കോൺഗ്രസ് നേതൃത്വം ഇന്നും സംരക്ഷിക്കുകയാണ്. ജീവിതകാലത്തിന്റെ ഏറിയ പങ്കും കോൺഗ്രസ് പ്രവർത്തകനായി ജീവിച്ച ഒരു പിതാവിന്റെ മകന്റെ കൊലപാതകത്തെ ഇരന്നുവാങ്ങിയ മരണം എന്നാണ് KPCC പ്രസിഡന്റ് വിശേഷിപ്പിച്ചത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ കൊലപാതക സംഘം പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാരായി മാറി. ക്യാമ്പസിന്റെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന വിദ്യാർത്ഥി നേതാവിനെ, കലാലയത്തിന്റെ പാട്ടുകാരനെ കൊലപ്പെടുത്തി വിദ്യാർത്ഥികളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് മറുപടിയായി ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SFIക്ക് എതിരില്ലാത്ത വിജയമാണ് നൽകിയത്. രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് രക്തസാക്ഷിത്വം വരിച്ച 1/15 പതാക ഉയർത്തി ധീരജ് കുത്തേറ്റു വീണ സ്ഥലത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. 3 മണിക്ക് ആരംഭിക്കുന്ന വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്യും. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശ് M സജി അനുസ്മരണ പ്രഭാഷണം നടത്തും. കൈരളി ന്യൂസ്, ഇടുക്കി.